ഇരിക്കുന്നുണ്ടോ? അവൻ ഇഹ്റാം കെട്ടിയാൽ മുത്ലിഖൻ എന്ന് പറയുമ്പോൾ മഹാല അവൻ തന്നെ ഇത്തലാഖാക്കിക്കൊണ്ട് ഹജ്ജെന്നോ ഉംറയെന്നോ നിർണയിക്കാതെ മുത്ലിഖൻ, ആ മുഹിരിമു തന്നെ മുത്ലിഖൻ ഇസ്മ ഫായിലാക്കിയിട്ട് നോക്കി. മുത്ലിഖൻ അവൻ തന്നെ ഇത്തലാഖാക്കിയവനായ സ്ഥിതിയിൽ, അതായത് ഹജ്ജാണോ ഉംറയാണോ ഏതെന്ന് നിർണയിച്ചിട്ടില്ല ഇഹ്റാമിൽ. ഔ മസ്ദറുൻ മുത്ലഖൻ, മുത്ലഖായ രൂപത്തിൽ ഇഹ്റാം ചെയ്താൽ ഫീ അശ്ഹുരിൽ ഹജ്ജി, ഹജ്ജിന്റെ മാസങ്ങളിൽ. ഹജ്ജിന് പ്രത്യേക മാസങ്ങളുണ്ടല്ലോ, ആ സമയത്ത് അവൻ ഇത്ലാഖാക്കിയിട്ട് ഇഹ്റാം കെട്ടിയാൽ സറഫഹു ബിന്നിയ്യ, പിന്നീട് നിയ്യത്ത് മുഖേന അവൻ തിരിക്കണം. എന്തിലേക്കാ തിരിക്കേണ്ടത്? ഹജ്ജാണെങ്കിൽ ഹജ്ജാക്കിക്കോ, ഉംറയാണെങ്കിൽ ഉംറയാക്കിക്കോ. രണ്ടിനും കൊള്ളുന്ന സമയം, ഹജ്ജിന്റെ സീസൺ ആയതുകൊണ്ട് രണ്ടിനും പറ്റും. അവന് ഇഷ്ടമുള്ളതിലേക്ക് തിരിക്ക്. അല്ലാതെ ലാബി മുജറദില്ല, പുതി നിയ്യത്ത് കൊണ്ടാണ് തിരിക്കേണ്ടത്. ലാ ബി മുജറദില്ല, പുതി എന്തുകൊണ്ട് തിരിക്കാൻ പറ്റൂല? വെറും ലഫ്ദ് കൊണ്ട് തിരിക്കാൻ പറ്റോ? ഞാൻ ഹജ്ജിലേക്ക് തിരിക്കുന്നു, ഞാൻ ഉംറയിലേക്ക് തിരിക്കുന്നു, അത് മതിയാവില്ല. നിയ്യത്ത് കൊണ്ട് തലഫുദാക്കൽ സുന്നത്ത്. ലഫ്ദ് മാത്രം പോരാ, നിയ്യത്ത് വെക്കണം. ഹജ്ജിലേക്കാണോ ഉംറയിലേക്കാണോ ചെറുങ്ങനെ കാട്ടിടാൻ കഴിയുള്ളൂ. എന്തിലേക്കാണ് തിരിക്കേണ്ടത്? ഇലാ മാഷാ, അവൻ ഉദ്ദേശിച്ചതായ ഒന്നിലേക്ക്. മിനൻ നുസുക്കൈനി, ഹജ്ജ് ഉംറ എന്നീ രണ്ട് പരിപാടികളിൽ നിന്ന് അവൻ ഇഷ്ടപ്പെട്ടതായ കാര്യത്തിലേക്ക് എന്താക്കണം? എത്രത്തോളം ഹജ്ജ് മുഹാലാണെന്ന് കണ്ട തിരിക്കാം. ഹജ്ജ് മുടങ്ങും എന്നുള്ള രൂപത്തിലല്ല, എന്നാലും അവൻ എന്തിലേക്ക് തിരിക്കാം? ഇനി ഹജ്ജൊന്നും കിട്ടാൻ യാതൊരു സന്ദർഭവുമില്ല. അർഫയിലെത്തൂല കബല തുലൂൽ ഫജ്രിയവും മിന്നൽ ഫയകൂനു ഇൻദ സർഫിഹിൽ ഹജ്ജി. അപ്പോൾ ഇതുപോലെയായി വൈകീറ്റ് വന്നിട്ട് ഹജ്ജിനെ ഏറാൻ കെട്ടിയ പോലെയായി. പറ്റൂലേ? അർഫയിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫവാത്ത് വരും. ഫവാത്തിന് പ്രത്യേക നിയമമില്ലേ? എങ്ങനെ തുള്ളിച്ചാടിയാലും ഹജ്ജ് കിട്ടൂല. അത്രയും അവസാനത്തിലേക്ക് എത്തിപ്പോയി. എന്നാലും എന്താക്ക ഹജ്ജിന് അപ്പൊ ആരെ പോലെയായി? ആ കെട്ട് ഹജ്ജിന് ഏറാൻ കെട്ടലല്ല, തിരിക്കല്. ഞാൻ നേരത്തെ കെട്ടിയതായ എഹ്റാമിനെ എന്തിലേക്ക് തിരിക്കുന്നു? അപ്പൊ ആരെ പോലെയായി? വൈകീട്ട് വന്നിട്ട് ഹജ്ജിന് ഏറാൻ കെട്ടിയ ആളെ പോലെ. ഔ ഫാത്ത, അല്ലെങ്കിൽ ഔ ഫാത്താൻ, എന്താണ്? ഹജ്ജ് നഷ്ടപ്പെട്ടു, ഹജ്ജ് ഇല്ല എന്നാലും എന്താക്ക? പക്ഷെ അവിടെ ന്യായമുഖനി വനായി എല്ലാം എതിർക്കുന്നുണ്ട്. ഹജ്ജിന് ഇനി ടൈമില്ല എന്ന് അന്തിമമായി കഴിഞ്ഞാൽ ഉംറയിലേക്കേ തിരിക്കാൻ പറ്റുള്ളൂ. അതാ ഖിലാഫല്ലി ജമ്മി എന്ന് പറയും. അല്ലൽ ഔജഹി അല്ലദി ഖതല്ലാഹു ഇത്ലാഖു, പണ്ഡിതന്മാരുടെ ഇത്ലാഖ് തേടിയതായ ന്യായമായ അഭിപ്രായം അനുസരിച്ച് ഹജ്ജ് മുടക്കത്തിലാകും എന്ന് ഉറപ്പായെടുത്തും പോലും എന്താക്കാം? ഉറപ്പായെടുത്താൽ ഹജ്ജ് നഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ടുന്ന പല കർമ്മങ്ങളും ഇല്ലേ, അത് ചെയ്തോളണം. പിന്നെ എന്താക്കി പല പരിപാടികളും പറഞ്ഞിട്ടില്ലല്ല. ഫവാത്തിന്റെ മസല കൊണ്ട് അവൻ ചെയ്യേണ്ടി. കണ്ടും കൊണ്ട് അവൻ നഷ്ടത്തിലേക്കാ വീഴുന്നത്. ഹജ്ജിനെ ഏറാൻ കെട്ടിയാലും ഹജ്ജ് ആവൂല എന്ന് ഉറപ്പട്ടെ. അവന് എത്ര പ്രയത്നിച്ചാലും ആവൂല എന്ന് ഉറപ്പാണ്. ഫാത്തയാണ്. എന്നാല് എന്താക്കാം?
ഉംറയിലേക്ക് തന്നെ സർഫ് ചെയ്യണം എന്നാണ് റുയാനിയുള്ളവർ ഉൾപ്പെടെ പറയുന്നത്. ഫവാത്ത് ഉറപ്പായി കഴിഞ്ഞാൽ എന്തിലേക്ക് തന്നെ തിരിച്ചോ, തിരിക്കണം. തനിയെ ഉംറയിലേക്ക് എത്തൂല, എന്തായാലും ഫവാത്ത് വന്നാലും തിരിക്കുമ്പോൾ എന്തിലേക്ക് തന്നെ തിരിക്കണം, പോലും ഉംറയിലേക്ക് തന്നെ തിരിക്കണം എന്നാണ് തുഹ്ഫ അല്ലാത്ത കിതാബുകളിൽ തെളിയിക്കുന്നത്. ഗതികെട്ടില്ലേ, ഇനി നാശത്തിലേക്ക് എന്തിനു കൊണ്ടെടുത്ത് അല്ലേ? എന്നാലും ഹജ്ജിലേക്ക് തിരിക്കാം എന്നാണ് മസല. ഖിലാഫൻ ലിജംഇൻ, എന്താണ് ഒരു ജമ്മിനെതിരായിട്ട് ആ ജമ്മിന്റെ പിന്നാലെ അധികരിച്ച ആൾക്കാരും ഉണ്ട്. അവരെന്ത് പറയുന്നു? ഫവാത്തിലേക്ക് എത്തിയാൽ ഇതിലേക്ക് തിരിക്കാവൂ, ഹജ്ജിലേക്ക് തിരിക്കൽ ജായിസല്ല. വൈവജ്ജഹു, സമയം അറ്റുപോയാലും ഉംറയിലേക്ക് തിരിക്കാം എന്നതിനെ ന്യായീകരിക്കപ്പെടും. ഹജ്ജിലേക്ക് തന്നെ തിരിക്കാം, ഉംറ തന്നെ ആയിക്കൊള്ളണം എന്നില്ല എന്നതിനെന്താ ന്യായീകരണം? വൈവജ്ജഹു എന്ന് പറഞ്ഞാൽ പാഴായി പോകുമെന്ന് കണ്ടാൽ പോലും എന്താക്കാം എന്നതിന് ന്യായീകരണം. അവൻ തിരിക്കലോടുകൂടി യതബയ്യനു, അവൻ ആയിത്തീരുന്നു അന്നഹു കാന കൽ മുഹ്രിമി ബിമാ ശറഫഹു ഇലൈഹി, പണ്ട് തന്നെ ഹജ്ജിന് ഇഹ്റാം കെട്ടിയ ആൾക്ക് തുല്യമായി. ഇപ്പം കെട്ടിയെന്നോ വൈകീട്ട് കെട്ടിയെന്നോ രേഖയില്ല. പണ്ട് കെട്ടിയതിന് ഇപ്പം തിരിച്ചതാണ്. അപ്പൊ ആരെപ്പോലെ എന്നായി? പണ്ടേ കെട്ടിയിട്ട് ഹജ്ജ് നഷ്ടപ്പെട്ടാൽ ഇയാളെ ചികിത്സ പറഞ്ഞിട്ടില്ലേ? അതല്ലേ എനിക്ക് കാണേണ്ടത്. ഹജ്ജിലേക്ക് കെട്ടിക്കൂടാന്നെന്തേ? ഇതല്ലേ ഇഹ്റാം കെട്ടുന്ന ടൈം തന്നെ അല്ലേ? ഇപ്പൊ നമ്മൾ തിരിച്ചാലും ഇപ്പം കെട്ടിയതായിട്ടാ കൂട്ടും. പിന്നെ അങ്ങനെ ഫൈദാ സറഫഹു ലിൽ ഹജ്ജി, അങ്ങനെ അവൻ ഹജ്ജ് കിട്ടൂല എന്ന് കണ്ട സന്ദർഭത്തിൽ എന്തിലേക്ക് തിരിച്ചു? പോലെയായി. മുമ്പേ ഹജ്ജിന് ഇഹ്റാം കെട്ടിയിട്ട് ഹജ്ജ് കിട്ടാതെ ആളെ പോലെയായി. ഫഅല മാ യഫ്അലുഹു മൻ ഫാതഹുൽ ഹജ്ജു, ഫഅല അവൻ പ്രവർത്തിക്കണം, മാ യഫ്അലുഹു പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളൊക്കെ. ആര് പ്രവർത്തിക്കുന്നത്? മൻ ഫാതഹുൽ ഹജ്ജു, അതെന്താണ്? വിമായത്തി, അത് 212 ഹജ്ജ് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഹജ്ജ് അറഫയിൽ നിൽക്കുന്ന നഷ്ടപ്പെടൽ, അറഫയിൽ നിൽക്കുന്ന നേട്ടം നഷ്ടപ്പെട്ടു പോയി ഒരു നിലക്കും ഉണ്ടാകാൻ കഴിയുന്നില്ല. എന്നാ എന്താ ചെയ്യേണ്ടത്? അതുപോലെ ഇവൻ ചെയ്യേണ്ടിയും വരും. ഇവന് നഷ്ടമാണ് എന്ന് ഉറപ്പാണ്. ഇപ്പം ഹജ്ജിലേക്ക് തിരിക്കല്, ഹജ്ജിലേക്ക് തിരിച്ചാലും പറ്റും. അന്നേരം ആരെപ്പോലെയായി? അറഫയിൽ നിൽക്കാൻ സമയം കിട്ടാതെ ഹജ്ജ് നഷ്ടപ്പെട്ട ഹാജിമാരെ പോലെയാവും. അപ്പൊ എന്തൊക്കെയാ ചെയ്യണം? ആ ചെയ്യേണ്ടതെല്ലാം ഇവിടെ എന്താക്കുന്നു? അത് വമൻ ഫാതഹുൽ വുഖൂഫ് തഹല്ലല വഖള വരീദം, എല്ലാം വേണ്ടി വരും. വമൻ ഫാതഹുൽ വുഖൂഫ് തഹല്ലല, തന്നെ അറഫയിൽ നിൽക്കുക എന്ന പദ്ധതി നഷ്ടപ്പെട്ടാൽ തഹല്ലല എന്താക്കണം? അല്ലേ? വേണ്ടി വരും. അതുകൊണ്ടാണ് മറ്റവർ പേടിച്ചിട്ട് പറയുന്നത് ഹലാക്കിലേക്ക് തള്ളിയിടല്ല. നിങ്ങൾ ഹജ്ജ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ ഹജ്ജിന് കെട്ടാവും. കാരണം ഇവിടെ ഇത്തിലാക്കാക്കിയതാണ്. കെട്ടിയിട്ട് കോലം കെടാൻ നിൽക്കണ്ട. കെട്ടിയത് നിൽക്കുമ്പോ കെട്ടലല്ല, കെട്ടല് പണ്ടെന്നെ കെട്ടിയിട്ടുണ്ട് ഇല്ലേ? ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടെ വൈസന്നുലഹു, ഹജ്ജ് നഷ്ടപ്പെടുമെന്ന് കാണുമ്പോൾ അവന് പ്രത്യേകം സുന്നത്താണ് സർഫുലിലും എന്തിലേക്ക് തന്നെ തിരിക്കൽ, എന്തിലേക്ക് തിരിക്കാതെ ഒഴിവാകുക. അത് പ്രത്യേകം
പറയുന്നുണ്ട് ഖുറൂജൻ മിനൽ ഖിലാഫ്, ഉംറയിലേക്കേ തിരിക്കാവൂ എന്ന് വലിയൊരു പണ്ഡിത വ്യൂഹം പറയുന്നത് കൊണ്ട് അവർ ലംഘിക്കാതിരിക്കലാണ് നല്ലത്. നഷ്ടവും വരും. എന്തിലേക്ക് തിരിച്ചാൽ ഹജ്ജിന് തുടങ്ങിയിട്ട് അറഫയിൽ നിൽക്കാൻ ഭാഗ്യം കിട്ടാതെ ആ ആളെപ്പോലെയായി മാറും. അപ്പം പലതും കാട്ടിക്കൂട്ടണം, കഥാ വീട്ടിൽ നിർബന്ധമാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്തിലേക്ക് തിരിച്ചോളി, ഔ ഇലൈഹിമ, അല്ലെങ്കിൽ രണ്ടിലേക്ക് തിരിച്ചൂടെ, ഹിറാനാക്കിയിട്ട് ഇത്തലാക്കാക്കി കെട്ടിയവർക്ക് ഇലൈഹിമ. അവൻ പിന്നീട് നിയത്ത് വെക്കുന്നത് എനിക്ക് ഹജ്ജും വേണം ഒരേ സമയത്ത്, അപ്പൊ എന്താക്കി മാറ്റൂ, സുമസ്തകലമില്ലായ്മാലി, എന്നിട്ട് അമൽ ചെയ്യാൻ തുടങ്ങുക. അല്ലാതെ വലായുജിസിയുഹു അൽ അമലു ഖബ്ല സർഫി ബിന്നിയ, പറഞ്ഞത് പിന്നെ നിയത്ത് കൊണ്ട് തിരിക്കാത്ത കാലത്തോളം എന്ത് തുടങ്ങാൻ പറ്റൂല, അമൽ ചെയ്യാൻ പറ്റൂല. ബാത്തിലും മർദൂദായിപ്പോ ഹജ്ജിലേക്കാണോ ഉംറയിലേക്കാണോ, അല്ല ഹജ്ജിലേക്കും ഉംറയിലേക്കും രണ്ടിലേക്കുമാണോ എന്ന് തിരിക്കാത്ത കാലത്തോളം എന്ത് തുടങ്ങാൻ പറ്റില്ല. പക്ഷേ നേരത്തെ അമൽ ചെയ്താലും പറ്റുന്ന രൂപമുണ്ട്. ഇൻ ത്വാഫ സുമ്മ സറഫഹു ലിൽ ഹജ്ജ് വഖഅ അൻ തവാഫിൽ ഖുദൂ, ഹജ്ജാണോ വേണ്ടത് ഉംറയാണോ വേണ്ടത് എന്ന് നിർണയിക്കാതെ അവൻ തവാഫ് അങ്ങ് ചെയ്തു, ഭംഗിയാക്കി തവാഫ് ചെയ്ത്, എന്നാൽ സുമ്മ സറഫഹു ലിൽ ഹജ്ജ്, പിന്നെ അവനെന്ത് പറയുന്നു, എന്നാ വഖഅ അൻ തവാഫിൽ ഖുദൂ, ഹജ്ജിന് വേണ്ടപ്പെട്ട ഖുദൂമിന്റെ തവാഫായി എടുക്കും. ഇതൊരു സുന്നത്തായ അമലായതുകൊണ്ട് നിർണയിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്തത് അത് ഒപ്പിക്കാവും. പള്ളി കയറിയിട്ട് വേറെന്തോ നിസ്കരിച്ചതുപോലെ തയ്യത്തിന് പകരം നിൽക്കൂലേ, ഖുദൂമിന്റെ തവാഫായിട്ടെടുക്കും. അതേ സമയത്ത് ഇവനിക്ക് ഉംറയാ വേണ്ടത് എന്നിപ്പം പറയും, തവാഫ് അങ്ങ് ചെയ്ത് തീർത്ത്, ഇപ്പം പറയുന്ന ഉംറയാ വേണ്ടത്, നേരത്തെ നിർണയിച്ചിട്ടില്ല. അവിടെ ഉംറന്റെ തവാഫായിട്ട് സ്വീകരിക്കുക ചെയ്ത് തീർത്തത്, തിരിക്കുന്നതിന് മുമ്പ് തന്നെ അമൽ ചെയ്യല. ഇതും തിരിക്കുന്നതിന് മുമ്പ് അമല ചെയ്ത പറ്റും, അതൊരു കിഴിവാണ്. ഇൻ ത്വാഫ സുമ്മ സറഫഹു ലിൽ ഹജ്ജ്, എന്താണ് എന്നാലും വഖഅ തവാഫിൽ ഖുദൂ, അപ്പൊ ഹജ്ജിന് വേണ്ടപ്പെട്ട തവാഫ് തന്നെ ഇപ്പൊ ചെയ്തത്, തിരിക്കുന്നതിന് മുമ്പാ ചെയ്തത്. ആ പണി അവിടെ പറ്റുന്നില്ല. ആ ഉംറയിൽ തവാഫെല്ലാം ചെയ്ത് തീർത്തിട്ട് എനിക്ക് ഉംറ ചെയ്യാൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഓ, എന്നാൽ ഈ ഖുദൂമിന്റെ ഉടനെ സഹി ചെയ്യാൻ പറ്റോ, സർഫ് തുടങ്ങിയിട്ടില്ലെങ്കിൽ? തവാഫ് ഏതായാലും സ്വീകരിച്ച് അത് ഖുദൂമായിട്ട് വരവും വെച്ച്, ഇനി ഹജ്ജിന്റെ സഹി വേണ്ടേ, അതും ചെയ്യാൻ പറ്റോ സർഫിന് മുമ്പ്? ഒന്നിക്കൽ ഖുദൂമിന്റെ തവാഫിന്റെ ഉടനെ അല്ലേ സഹി, അല്ലെങ്കിൽ ഇഫാദത്തിന്റെ തവാഫിന്റെ ഉടനെ. ഇവനിക്ക് ഖുദൂമിന്റെ തവാഫിന്റെ ശേഷം സയ്യും ചെയ്തു വെക്കാൻ പറ്റോ സർഫാക്കുന്നതിന് മുമ്പ്? വലാ യുജ്സിയുഹു അസ്സയ്യു ബഅദഹു, ഈ ഖുദൂമിന്റെ തവാഫിന്റെ ശേഷം എന്ത് പറ്റൂല, ഖബ്ല സർഫി, ഇനിയെങ്കിലും തിരിക്കണം, തിരിച്ചാൻ പറ്റും, തിരിക്കാത്തത് കൊണ്ട് സഹി പറ്റൂല. അപ്പൊ ഖുദൂമും കഴിഞ്ഞ് സയ്യും കഴിഞ്ഞിട്ട് എനിക്ക് ഹജ്ജാ വേണ്ടത് എന്ന് പറയല, അത് പറ്റൂല. സഹി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് എന്താക്കണം, സഹി തുടങ്ങുന്നതിന് മുമ്പ് എന്നിട്ട് എന്താക്കിക്കോ. ഈ ഖബ്ല സർഫിന്റെ അർത്ഥം എന്താണ്? അന്നഹു ലൗ സഹ ബഅദ സർഫി ഉഅ്തുദ ബിഹി, സർഫാക്കിയിട്ട് സഹി ചെയ്യാം. ഈ ഖുദൂമിന്റെ ഉടനെ തന്നെ, ഖുദൂം കഴിഞ്ഞ പാട് ഹജ്ജാണോ വേണ്ടത് ഉംറയാണോ വേണ്ടത്, ഉംറയാ വേണ്ടത് എന്ന് സർഫാക്കാം, എന്നിട്ട് എന്താക്കാം, അപ്പൊ തവാഫിന്റെ ഉടനെ ആയി വന്നു. പക്ഷേ മുഗ്നീനിയായ പറയുന്നു പറ്റൂല പോലും. فلا يجزيه وعليه جرى الساري
ഫീ സായിരി കുതുബിഹി, എല്ലാ കിതാബിലും പറയുന്നു പറ്റൂല. ഇനി സയ്യ് എപ്പോഴേ പറ്റുള്ളൂ? ഇഫാദത്തിന്റെ ശേഷമേ പറ്റുള്ളൂ. സയ്യ് എന്ന് പറഞ്ഞത് നിർബന്ധ ഘടകമല്ലേ, അതുകൊണ്ട് സർഫിന് മുമ്പ് പറ്റൂല. സർഫിന് മുമ്പ് ചെയ്തതായ തവാഫിന്റെ ഉടനെയും പറ്റൂല. അപ്പൊ അങ്ങനെ വാദം പിടിച്ചാൽ തവും. സർഫിന് മുമ്പ് സഹി ചെയ്താൽ അതും പറ്റൂല പോലും. സർഫിന് മുമ്പ് ചെയ്തതായ തവാഫ് ഉണ്ടെങ്കിൽ അതിന്റെ പിറകെ ചെയ്താലും പറ്റൂല. അങ്ങനെ നിയമം പറ്റല്ലോ. അപ്പൊ ഇപ്പം തീരെ പറ്റൂല. ഇനി സർഫാക്കിയാലും പറ്റൂല. അങ്ങനല്ലേ വെക്ക്. ഈ പറഞ്ഞതിൽ നിന്ന് ത്വയ്ഫി പറഞ്ഞതിൽ നിന്ന് തട്ട് ലൗ സഹ സർഫി തവാഫി, തവാഫിന്റെ ശേഷം എന്താക്കി? സർഫാക്കിയിട്ട് എന്താക്കി? എന്നാ പറ്റും. ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി അവിടെ എതിരെ അഭിപ്രായം രേഖപ്പെടുത്തും. മുഅ്മിനീൻ പറയുന്നു പറ്റൂല, പറ്റൂല. ഈ സയ്യും ഇതിന്റെ മുന്നോടിയായ തവാഫും രണ്ടും സർഫിന്റെ പിറകെ ആവണം. എന്ത് വേണം? ഇബ്നു ഹജർ ഹൈതമി അങ്ങനെ വാദിച്ച് നടന്നിട്ടുണ്ട്. ഈ കിതാബല്ലാത്ത കിതാബുകൾ ഈ ചെയ്യുന്ന സയ്യ് സർഫിന്റെ ശേഷമാകണം. അങ്ങനെയും പോരാ പോലും. ഈ സയ്യിന് ഒരു തവാഫ് വേണ്ടേ? അതും എന്തിന്റെ ശേഷമാകണം? അപ്പൊ ഈ കണക്കനുസരിച്ച് എന്താ അകലി? ഇഫാദത്തിന്റെ ശേഷം എന്താക്കാൻ കഴിയും? കഴിയും അല്ലേ? പക്ഷെ ത്വയ്ഫയിൽ ഇവിടെ പറഞ്ഞത് ഖബല സർഫി. ഇനിയെങ്കിലും സർഫാക്കാതെ നിങ്ങൾ സയ്യിലേക്ക് കടക്കരുത്, സർഫാക്കാതെ കടക്കരുത്. ഇപ്പൊ എന്താ വേണ്ടി? ഇനിയെങ്കിലും സർഫാക്കിയിട്ട് വേണം നിങ്ങൾ നിർബന്ധ ഘടകം ചെയ്യാന്. നേരത്തെ പോലെ ഓസിയാക്കല്ല. ഇപ്പൊ എന്താ വേണ്ടി? ത്വയ്ഫ നിർദ്ദേശിച്ചതനുസരിച്ച് തവാഫ് കഴിഞ്ഞിട്ട് സർഫാക്കാം. പറ്റൂ, സർഫാക്കിയാ പറ്റൂ. അതേ സമയത്ത് മറ്റൊരു മൈനവരീത് അങ്ങനെയല്ല. ബഅദഹു തവാഫിന്റെ ശേഷമാണല്ലോ സഹി ചെയ്യുന്നത്. ആ തവാഫ് തന്നെ ഖബല സർഫി തവാഫ്. ആ തവാഫ് എന്തായി പോയി? നമ്മള് ഖബല സർഫി ഫലാ യുജ്സിഉലൈക മടക്കിയത്. അപ്പൊ എന്ത് കിട്ടും? സർഫിന് മുമ്പേ പറ്റാണ്ടുള്ളൂ. ഇപ്പം സർഫാക്കിയാലും എന്താക്കാൻ പറ്റൂ? സഹി പറ്റും. നിഹായ മുഗ്നി വെച്ചത് അങ്ങനല്ല, ഓരോ ആദർശത്തിനൊക്കാൻ വേണ്ടിയിട്ട് വളച്ചൊടിച്ചിരിക്കുന്നു. എങ്ങനെയുള്ള എങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ തവാഫിന്റെ വയതല്ലേ? ആ ഹൂയിൽ നിന്ന് സർഫ് ചെയ്യാതെ ആണല്ലോ ഏത് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നീ സർഫ് ചെയ്താലും ഏത് പറ്റൂല? സഹി പറ്റൂല. വയ്യേ പറ്റുള്ളൂ. ഇതിന്റെ പിന്നാലെ എന്തായാലും പറ്റൂല. അപ്പൊ ഇവരുടെ കണക്കനുസരിച്ച് സയ്യിലും സർഫ് വേണം, സയ്യിന്റെ മുമ്പേത്തേലും സർഫ് വേണം. പുതുമായി കൂട്ടൂല എന്നൊന്നും പറയുന്നില്ല. സയ്യ് മുഅ്തദാലുണ്ടെങ്കിൽ സയ്യിലും സയ്യിന്റെ നേരത്ത് സർഫ് വേണം. സയ്യിന്റെ മുൻകടന്നതായ ആ ഖുദൂമിന്റെ തവാഫിലും എന്ത് വേണം? സർഫ് വേണം. അതുകൊണ്ട് ഇവിടെ പറ്റൂല. എപ്പം സർഫാക്കിയാല്? തവാഫിന്റെ ശേഷം. എന്തിനു മുമ്പ്? എന്നാലും പറ്റൂല. അങ്ങനെയല്ല ത്വയ്ഫ പറഞ്ഞത്. തവാഫിന്റെ ശേഷം സർഫ് ചെയ്യാണ്ട് ഇതേപോലെ തന്നെ തവാഫ് ചെയ്ത പോലെ തന്നെ സയ്യും ചെയ്ത് എന്നിട്ട് വയ്യപ്പറിയുന്ന അജ്ജാ വേണ്ടത്. എന്നാ അങ്ങനെ പറ്റൂല. എന്നാ
അങ്ങനെയല്ല ന്യായമുഖനി വാദിക്കുന്നു, അങ്ങനെയൊന്നല്ല പോലും. പിന്നെ തവാഫിന് മുമ്പ് സർഫാക്കിയിരിക്കണം പോലും. അതുകൊണ്ട് ഈ കുതൂമിൻ്റെ ഉടനെ ചൈ ചെയ്യുന്ന പരിപാടിയില്ല, സർഫാക്കിയാലും പറ്റില്ല. അതിന് ഇവാർത്ത് ഓർ മാറ്റി നമ്മൾ വെച്ചത് വലായിതവും. ഈ തവാഫിന്റെ ശേഷം സൈ ചെയ്തിട്ട് ഫലമില്ല, കബല സർഫീൻ സർഫാക്കാതെ ചെയ്തിട്ട് ഫലമില്ല. എന്താക്കാം പറ്റും. അവർ പറയുന്ന അങ്ങനെയല്ല, സൈ പറ്റൂല വയദഹു തവാഫിന്റെ ശേഷം. ആ തവാഫ് എന്തായിപ്പോയതുകൊണ്ട് അപ്പൊ തവാഫിലേക്കാ പരാതി. തവാഫിന് തന്നെ സർഫ് വേണമെന്ന്. തവാഫിന് സർഫ് ഉണ്ടായ പിന്നെ ഷയ്യിന് വേറെ സർഫ് വേണ്ട. ഷയ്യിന് എല്ലാ പോലും സർഫ് വേണ്ടി, തവാഫിന് തന്നെ വേണം. അപ്പൊ ഇതെന്താ ഖുദൂമിന്റെ തവാഫ് വരവോക്ക്, സൈ ചെയ്താ വരവോക്കുന്നില്ല. അതെന്തേ? റുക്കിനിന് സൂക്ഷ്മത പാലിക്കപ്പെടും. സുന്നത്തിൽ ശ്രദ്ധിക്കാത്ത കാര്യം എവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഏതായാലും ഇവിടെ സുന്നത്ത് അത് വരവച്ചല്ലോ. ഖുദൂമിന്റെ തവാഫിന് അത്രക്കല്ലേ വേണ്ടു. റുക്കിനിന് അങ്ങനെ പോരാ. റുക്കിനിന് ഇബ്നു ഹജർ പറഞ്ഞ കണക്കിന് സൈ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എന്താക്കണം? സർഫ് ചെയ്യണം. നിഹായ മുഗ്നി അതുപോലെ സക്കരിയ അൻസാരി വാദിച്ചതനുസരിച്ച് എന്ത് വേണം? തവാഫിന് മുമ്പ് തന്നെ സർഫാക്കി. തവാഫ് കഴിഞ്ഞിട്ട് സയ്യിന് മുമ്പ് സർഫാക്കിയാലും പറ്റൂല. ഇനി വൈകാക്കാം ഹജ്ജ് വേണോ ഉംറ വേണോ ഒന്നും കണക്കാക്കുന്നില്ല. ഹജ്ജിന് കൊള്ളാതെ മാസം റജബ് ശഅബാനിൽ പോയിട്ട് ഇത്ലാഖ് കൊണ്ട് ഇഹ്റാം കെട്ടിയിരുന്നു. ഹജ്ജാക്കാൻ വിചാരിച്ചാലും കഴിയില്ല. എന്നാ ഫല്ലസഹു ഇന്നിഖാദുഹു ഉംറ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. എന്തായി ഒന്നും പറയേണ്ടതൊന്നുമില്ല. കാരണം ഹജ്ജ് സാധ്യമേ അല്ലല്ലോ. ഇതെന്തിനാ പറയുന്നത്? ഇനി ആവൂല എന്താക്കൽ ഉംറയാൽ തിരിക്കണ്ടോ? എന്നൽ വഖ്ത ലാ യഖ്ബലു ഗൈറഹു. ഈ സമയം ദുൽഹജ്ജ് 10 കഴിഞ്ഞത് കൊണ്ട് ഇനിയുള്ള കാലഘട്ടം ഹജ്ജ് സീസൺ വരുന്നത് വരെ എന്തിനെ സ്വീകരിക്കൂല? അപ്പോഴി കാലത്തും പല യസ്രിഫുഹു ഇലൽ ഹജ്ജി ഫീ അശ്ഹുരിഹി. ഹജ്ജിന്റെ മാസം വന്നാൽ പോലും അവനാണ് അടങ്ങി ഒതുങ്ങി നിന്നിട്ട് ഹജ്ജിന്റെ മാസം പ്രവേശിച്ചു പോയി. എന്നാൽ പോലും ഇത് പറ്റൂല. ഹജ്ജിലേക്ക് സബൂറായി നിന്ന് കുറെ നാള് കാത്തു നിൽക്കുമ്പോഴൊക്കെ എന്തായി ഹജ്ജിന്റെ മാസം വന്നു. എന്നാലും ഞാൻ നേരത്തെ ഇത്തിലാഖാക്കീനല്ലോ, ആ ഇത്തിലാഖ് ഉപയോഗപ്പെടുത്തുന്നു. ഓ സമയം കടക്കാതെ കെട്ടിയ ഇഹ്റാം. അപ്പൊ എന്തിനേ കൊള്ളുള്ളൂ? വലഹു മുരീദുൻ നുസുഖിന് ജായിസാണ്. ഹജ്ജിനായാലും ഉംറക്കായാലും രണ്ടിനായാലും അയ്യുഹിരിമ കൈ ഇഹ്റാം ചെയ്ത് ഏതെങ്കിലും ഒരാളുടെ അമലിനോട് തഹ്ലീഖാക്കിക്കൂടെ? എന്നിട്ട് അവൻ്റെ പിന്നാലെ നടക്കൽ. നിങ്ങളെങ്ങനെയാ കെട്ടി? എന്നാൽ ഞാൻ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അറിയാതെ തന്നെ ഉറപ്പിക്കാതെ തന്നെ ആരെ ഏതുമായിട്ട് ബന്ധിപ്പിക്കല്? ഏതോ ഒരാളോട് ബന്ധിപ്പിക്കല്. അയാളെ വിളിച്ച് ചോദിച്ചാ നിങ്ങൾ എന്തിനാ കെട്ടിയത്? ഹജ്ജിനാ? നിങ്ങൾ കെട്ടിയ പോലെ ഞാനും കെട്ടുള്ളൂ. ഉംറക്കോ? രണ്ടിനും കൂടിയോ എന്ന് ചോദിച്ചറിയുന്നതിന് മുമ്പ് തഹ്ലീഖാക്കിയാലും മതി. അപ്പൊ എങ്ങനെ? വലഹു മുരീദുൻ നുസുഖിന് ജായിസാൻ അയ്യുഹിരിമ കൈ ഇഹ്റാമി സയ്യിദി. സയ്യിദിനെ പോയി ചോദിച്ചെങ്കിൽ പിന്നെ ഒന്നെ പരടിക്ക് ഇടണ്ടല്ലോ. ഇതിന് മുമ്പുള്ളവർ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ആയിക്കോട്ടെ. എന്നിട്ട് അവരുടെ പിന്നാലെ നടക്കും. നിങ്ങളെങ്ങനെയാ കെട്ടിയത് അതുപോലെ തിരിക്കാൻ. എന്ന അബൂ മൂസ റളിയല്ലാഹു അൻഹു അഹ്റമ
കൈ ഇഹ്റാമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ മൂസ എന്നവർ മീഖാത്തിലെത്തി. എന്താ ഇവിടുന്ന് കരുതേണ്ടത് എന്ന് തിരിയുന്നില്ല. ഏതാ ലാഭം, ഏതാ നഷ്ടം? ഇതിന്റെ 5 മിനിറ്റ് മുമ്പ് ആര് ഇഹ്റാം കെട്ടിയിട്ട് പോയി? നബി തങ്ങൾ. അബൂ മൂസ എന്നവർ സൂത്രം പ്രയോഗിച്ചു. എന്ത്? എന്റെ മുമ്പ് നബിയുനാ റസൂലുള്ളാഹി എന്തിനാണോ കെട്ടിയത് അത് തന്നെയാണ് എനിക്കും. ഫലമാ അഖ്ബറഹു, നബിയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ, നബിയെ ഞാൻ ഇഹ്റാമിൽ കടന്നപ്പോൾ എന്താണ് ചൊല്ലേണ്ടത് എന്ന് കിട്ടുന്നില്ല. പിന്നെ ഞാൻ ആരുമായി ബന്ധിപ്പിച്ചു? തങ്ങളുമായി. കാല കഥ അഹ്സൻത, വളരെ നന്നായിട്ടുണ്ട്. അലിയുൻ റളിയല്ലാഹു അൻഹു ഇതേപോലെ ആരും ചെയ്തിരുന്നു. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, നബി മൂസ എന്നവർ തൊട്ടിട്ട് ഒന്നാമത്തത്. രണ്ടാമത്തത് ബുഖാരിയിലും മുസ്ലിമിലും അനസ് എന്നവർ തൊട്ട് അലി ഇബ്നു അബീ താലിബ് ചെയ്തത്. നോക്കുമ്പോഴേക്ക് ജയ്ദിന്റെ പേര് പറഞ്ഞെന്ന് മാത്രം. ജയ്ദിനോട് ചോദിച്ചപ്പോൾ ജയ്ദ് അവിടെ പോയിട്ട് എന്തോ പ്രവൃത്തത എന്തല്ല എന്നാൽ ഇന്ന കഥ എന്നാ ആ കൈത് വേണ്ട. ഇനി അഹറംതു എന്ന് പറഞ്ഞത് അതേപോലെ വാക്യാണ്. ഇനിയും ഇഷ്ടമുള്ളതിലേക്ക് തിരിച്ചോ. ജയ്ദിനെ സമീപിച്ചു. ജയ്ദ് പറയുന്നത് ഞാൻ കെട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എന്റെ ഏറാമ പൊളിഞ്ഞു പോയി. എന്നാല് മുത്തലക്കായ ഏറാമ അങ്ങനെ തന്നെ വാക്കിയിട്ടാവും. കൈ ഏറാമ ചെയ്തെന്ന് പറഞ്ഞ ആ പോയിന്റ് പോയി. ഇപ്പൊ എന്താക്കാം? എന്ന് പറഞ്ഞിട്ടില്ലേ? ആ ഖാസത്തായ സിഫത്ത് മാത്രം പൊളിഞ്ഞാലും ബാക്കി അസ്ലില്ലേ ഇഹ്റാം. അപ്പൊ എന്താവും? ഇവിടെ തന്നെ വക്കീല ഒരു വജുഹുണ്ട്. ഇന്നലിമ അദമി ഇഹ്റാമി ചെയ്തി, ജയ്ദിന് ഇഹ്റാമില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവൻ പറയുന്നത് കൈ ഇഹ്റാമി ചെയ്തി. അത് കള്ളത്രാണല്ലേ? അവിടെ ഇനി ബാക്കിയാവൂല, ഇഹ്റാമിന്റെ സഹിയാവൂല പോലും. മടങ്ങിപ്പോയിട്ട് ഇനിയും കെട്ടണം. തനിച്ച കള്ളത്രാണല്ലേ പറഞ്ഞത്. അതായത് ഞാൻ ഇഹ്റാം കെട്ടുന്നില്ല എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം. കൊണ്ട് ഹീലുണ്ട്. എന്ത്? ഏതുപോലെ കമാല അല്ലക്ക ഇൻ ഔ ഇദാ ഔ മതാ കാന മുഹരിമൻ ഫാന മുഹരിമുൻ. അപ്പൊ ഏതുപോലെയായി? ഓൻ ഇഹ്റാം കെട്ടിയെങ്കിൽ മാത്രമേ എനിക്കും ഇഹ്റാമുള്ളൂ. അവിടെ ഇഹ്റാം ശരിയാവോ? ഓൻ കെട്ടിയെങ്കിൽ പോലും ശരിയാവോ? ഓൻ കെട്ടിയിട്ടുണ്ട് എന്നാൽ പോലും പറ്റുന്നുണ്ടാ? പിന്നെ ഇവിടെ പറ്റല്? ജയ്ദ് ഇഹ്റാം കെട്ടിയിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ജയ്ദ് കെട്ടിയ പോലെ എന്ന് പറയാൻ പാടണ്ട. അപ്പൊ അത് മാത്രം മറുത്തു തോന്നി ഇഹ്റാം കിട്ടില്ല. എവിടെ കിട്ടാത്ത പോലെ താലീഖിന്റെ ഇതാ ഇഹ്റാമ മതാ കാന മുഹരിമൻ. എല്ലായിടത്തും കാന മുഹരിമൻ, ഇൻ കാന മുഹരിമൻ, ഇദാ കാന മുഹരിമൻ, മതാ കാന മുഹരിമൻ, ഫാന മുഹരിമൻ. അവിടെ ജയ്ദ് ഇഹ്റാം കെട്ടി അറിഞ്ഞിട്ട് പോലും ഉണ്ടാകുന്നില്ല. അതേപോലത്തെ മസലയാണ്. ജയ്ദിന് ഇഹ്റാം ഇല്ലാന്ന് അറിഞ്ഞിട്ട് പിന്നെ ജയ്ദ് കെട്ടിയ പോലെ എന്ന് പറയാൻ പാടില്ല. പറഞ്ഞത് കമാന്റെ ശേഷം പറഞ്ഞ് ശരിയല്ല. അതാണ് അവർ തൂക്കി പിടിക്കുന്നത്. അവിടെ പറ്റുന്നില്ലല്ലോ. ഔ ഫഖദ് അഹറംതു ഫാന മുഹരിമുൻ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വലം യകുൻ മുഹരിമൻ. അതെ അതെ, വലം യകുൻ മുഹരിമൻ. വെറുതെ താലീഖല്ല, വലം യകുൻ മുഹരിമൻ. ഇങ്ങനെ താലീഖാക്കുകയും താലീഖാക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ല, താലീഖാക്കുകയും അവനോട് ചോദിച്ചു നോക്കുമ്പോഴേക്ക് എന്തില്ല. ആ അതേ കേസാണ് ഇവിടെയും വരുത്തുന്നത്. താലീഖ് ഇല്ലാതെ സംസാരിച്ചാൽ എന്ന് പറഞ്ഞു നോക്കുമ്പോഴേക്ക് വലം യകുൻ മുഹരിമൻ. അവിടെ പറ്റുന്നുണ്ടാ? തട്ട്
അത് രണ്ടും ഇങ്ങനെ ഒരുപോലെ ആകല്. തട്ട് കൊടുക്ക്. നമ്മൻ പറഞ്ഞ മസലയിൽ ഇഹ്റാമിന്റെ കാര്യം അന്തിമല്ലേ. ഇന്നീ അഹ്റാം തൂർ അത് ഏത് കൈഫിയത്ത് എന്നുള്ളതിലല്ല കളിക്കുന്നു. ബിഖിലാഫിഹി ഇൻദ തഅലീഖി ഇതിന് മാറ്റമായിട്ട് ആടത്തെ ഫഇന്നഹു ലൈസ ബിജാസിമിൻ ബിഹി ഇൻദ വജൂദിഹി മിൻ സൈദി. അവിടെ നമ്മൾ അറിയുന്നേ ഇല്ലല്ലോ അവൻ മഹരിമാണോ അല്ലേ, വയ്യല തീരുമാനാണ് അല്ലേ. ബിഖിലാഫി ഇദാ ഔ ഇൻ എന്താണ് ബിഖിലാഫി ഇദാ ഔ ഇൻ ഔ മതാ അഹ്റമ ഫാന മുഹരിമുൻ ഫഇന്നഹു ലാ യൻഖിദു വഇൻ കാന മുഹരിമൻ ലിഅന്നഹു ഹുനാ അല്ലഖ ബിമുസ്തഖ്ബൽ. മുസ്തഖ്ബലിനോടാണ് ഭാവിയിൽ ചെയ്തെങ്കിൽ തന്നെ. വഹുവ അക്സറു ഖററൻ അത് നഷ്ടമേറിയതാണ്. മിൻഹു നഷ്ടത്തെക്കാൾ മിഹാദിൽ ഈ സമയത്തുള്ളതിനേക്കാൾ. മറ്റടുത്ത് ചെയ്തെങ്കിൽ നാം മറ്റേത് ഭാവിയിൽ ചെയ്യുമെങ്കിൽ നാം അത് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല. ഖറർ അധികമാണ്. മിൻഹു ഖററിനേക്കാൾ മിഹാദിൽ ഹാദിറായതല്ലേ. നമ്മളിപ്പം പറഞ്ഞു ജയ്തേറാമ് ചെയ്തെങ്കിൽ അത് ഹാദിറല്ലേ പറയും. അവിടെ ഉള്ളതിനേക്കാണിയും നാശനഷ്ടമാണ് ഇവിടെ മുസ്തഖ്ബിൽ. ഫസൂമിയ ഫീഹി മാ ലം യുസാമ ഫിൽ മുസ്തഖ്ബിൽ. ലിഅന്ന ശക്ക ഫീഹി അഖ്വാ. മുസ്തഖ്ബിലിൽ സംശയം അധികമാണ് അല്ലേ. എന്നാ ഉസ്കാന്നാവുള്ളേ അദ്ദേഹം ഉസ്കാന്നാവില്ല. ഫീഹി അഖ്വാന്ന് ഫസൂമിയ ഫീഹി മാ ലം യുസാമ ഫിൽ മുസ്തഖ്ബിലി മുസ്തഖ്ബലി. ഓർക്കപ്പെട്ടു എന്തേ മാ ലം യുസാമ ഫിൽ മുസ്തഖ്ബലി ലിഅന്ന ശക്കാന്നില്ലേ മുസ്കാന്നാവുന്നുണ്ട്. ഹാദിറുള്ള നിസ്കങ്ങനെ അഖവിയാകുന്നു. നുസുക്കാന്ന് ശക്ക് മുസ്തഖ്ബിലാണ് ശക്ക് വരുന്നത്. ഹാദിർ എത്രത്തോളം ശക്ക് വരൂല എന്നല്ലേ വണ്ടി. എന്നെ ശക്കാൻ അതിൽ നോക്കിയാ എന്നെ നുസുക്ക ഫീഹി അഖ്വാന്ന. എന്നെ നുസുക്ക നുസുക്ക് ഫീഹി ഫീഹിയോ ഫീഹി അഖ്വ ഇതിൽ കൊടുക്കുന്നത് ലിഅന്ന ശക്ക ഫീഹി മുസ്തഖ്ബലിൽ അഖ്വ അധികമാണ്. അവിടെ കുറവാണ് അതല്ലേ വെക്കുന്നത്. വലൈസ മിൻഹു മുസ്തഖ്ബലിൽ പെട്ടതല്ല. അന മുഹരിമുൻ ഗദൻ ഔ റസ ശഹരി ഔ ഇദാ ദഖല ഫുലാൻ. അത് എന്ത് ജാതിയിൽ പെടുത്താൻ പറ്റില്ല. അലൈസ മിൻഹു മുസ്തഖ്ബൽ കൊണ്ടുള്ള തഅലീഖിൽ പെട്ടതല്ല. അന മുഹരിമുൻ ഗദൻ ഔ റസ ശഹരി റസ ഇബ്തിദാവ് ഔ ഇദാ ദഖല ഫുലാൻ ഇദാ ദഖല ഫുലാൻ അന മുഹരിമുൻ. അവിടെ ഇദാ വുജിദ ശർതു സാറ മുഹരിമൻ നിയമം വരത്ത്. എന്താണ് ഇന്നഹു ലാ തഅലീഖ ഫീഹി അവിടെ തഅലീഖ് ഇല്ല. യുനാഫിൽ ജസ്മ ബിഹാദിരി വലാ മുസ്തഖ്ബൽ. ഹാദിറിനോടോ മുസ്തഖ്ബലിനോടോ വിരോധം പുലർത്തുന്ന ഒരു തഅലീഖും ഇവിടെ ഇല്ല. പിന്നെന്താ ഉള്ളത്? ഏത് ജാതിയിലാ പെടുത്തൽ? വഇന്നമാ ഹുവ ജസമ ബിൽ ഇഹ്റാമി ബിസിഫത്തിൻ. എന്താണ് വഇന്നമാ ഹുവ ജസമ ബിൽ ഇഹ്റാം ബിസിഫത്തിൻ. അപ്പോൾ ആ തഅലീഖ് പറ്റുമ്പോൾ ആ സിഫത്ത് ഉണ്ടാകുമ്പോഴേ എന്തുള്ളൂ
അല്ലാണ്ട് ആള് ഭാവി എടുത്തിട്ടുള്ള സംസാരം അവിടെ ഇല്ല എന്നാ പറയും. എതിരായി ഇന്നഹറമ ഫാന മുഹരിമുൻ. ഇന്നഹറമ ഫാന മുഹരിമുൻ എന്താ? ഒന്ന് മഫൂലാക്ക്, ഒന്ന് ഫായിലാക്ക്. ഇന്നഹറമ ഫാന മുഹരിമുൻ എന്നത് മാറ്റമായി. ഇന്നഹറമ ഫാന മുഹരിമുൻ എന്ന ജുംല മാറ്റമായി. എന്തിനോട്? അന മുഹരിമുൻ ഇദാ ഹറമാ. അവിടെ പറ്റൂല, ആദ്യത്തിൽ പറ്റും. ഇന്ന ഹറമ ഫാന മുഹരിമുൻ. ഇന്ന ഹറമ ഫാന മുഹരിമുൻ അവിടെ പറ്റും. എതിരായി ഫായിലേത്? ഫാറഖ എതിരായി. ഇന്ന ഹറമ ഫാന മുഹരിമുൻ ഏതെതിരായി? ഇന്ന ഹറമ ഫാന മുഹരിമുൻ എന്നത് എതിരായി. എന്തിനോട്? അങ്ങനെ വ്യത്യാസം രണ്ടും രണ്ട് സൈസാന്ന് പോലും. അബ്ബലി ഏത് അബ്ബലി? ആടായി നാഫി അൽ ജസ്മ ബിൽ കുല്ലിയ. ആടെ ഏറാമിന്റെ പൂതിയെന്നില്ല, ഇന്നാരം ഇട്ടിട്ട് കൈതാക്കിയത് അവിടെയാ പറ്റാത്തത്. എന്നാൽ അനമയിലും പറഞ്ഞില്ലേ, പിന്നെ ഇതാ ആറാമ വയ്യല്ലേ പറയുന്നു. അപ്പൊ മുന്നിൽ തന്നെ എന്ത് തന്നു? മഹരിമിനെ. അപ്പൊ അവിടെ പറ്റും. ഇതിന് തുല്യമായതൊന്ന് പറയട്ടോ. മായത്തി ഇഖ്റാറിന്റെ ബാബിലുണ്ട്. ഈ തഅഖീബിൽ ഇഖ്റാറി, ഇഖ്റാറിന്റെ ഉടനെ കൊണ്ടുവരുന്നിടത്ത് ഇഖ്റാറിനെതിരായത് ഒന്നാം ജുംല വായിച്ചു നോക്കുമ്പോഴേക്ക് ഇഖ്റാറുണ്ട്, ബാക്കി ജുംല വായിച്ചു നോക്കുമ്പോഴേക്ക് ഇഖ്റാറില്ല. ഇന്ന സാധനം ചെയ്തിൻ്റെതാണ്. എങ്ങനെയുള്ള സാധനം? എൻ്റെ മിൽക്കായ സാധനം. നിങ്ങളെ മിൽക്കാതെ പിന്നെ ചെയ്തിൻ്റെതാക്കോ? ഇഖ്റാറിന്റെ ഉടനെ കൊണ്ടുവന്നു. ഇഖ്റാറിന്റെ ഘടകവിരുദ്ധം. അവിടെ എന്താ നിയമം പറഞ്ഞു? അന്നഹുൽ മാനിയ, എന്റെ സാധനം ഉണ്ടല്ലോ, ആ സാധനം ചെയ്തിനുള്ളതാണ്. എന്റെ സാധനം ഉണ്ടല്ലോ പറയുമ്പോൾ തന്നെ ഇഖ്റാറില്ലാതെ മാനി മുന്തിച്ചാൽ ഇഖ്റാർ. ഇനി വരുന്ന ഇഖ്റാർ എന്താവില്ല, ശരിയാവില്ല എന്ന് സ്ഥാപിച്ചിട്ടുണ്ട് ഇഖ്റാറിന്റെ ബാബിൽ. ഒറ്റ പ്രശ്നമില്ല പോലും. ആ വയ്യ പറഞ്ഞ ചുമ്മാ തള്ളിക്കളയും. ഇപ്പൊ എങ്ങനെ ഒരു സാധനം ചൂണ്ടിയിട്ട് പറയുന്നുണ്ട്, ഈ സാധനം ചെയ്തിൻ്റെത് തന്നെയാകും. എങ്ങനെയുള്ള സാധനമാണെന്നറിയോ? ഇത് എന്റേതാകുന്നു. ആടെ പറ്റുമ്പോൾ ഇഖ്റാർ നടന്നു, ഇതെന്റേതാകുന്നു എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കളയും. എന്റെ ഈ സാധനം ഉണ്ടല്ലോ, എന്റേതാണ്, ഇത് ചെയ്തിൻ്റെതാകുന്നു. മാനി മുന്തിച്ച് അങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലേ? അതാ മായത്തി. പിന്നെ ഏതാണുള്ളത്? ഈ ഏറാമ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യം ഇങ്ങനെ തന്നെയാണ്. ഏറാൻ കെട്ടിയില്ലെങ്കിൽ എനിക്ക് ഏറാമുണ്ട് എന്ന് പറയുന്നിടത്ത് മാത്രമെന്നല്ല. പിന്നെ ഏറ്റവും ന്യായമായത് ഇവിടെല്ലാം നിങ്ങൾ ഏറാമിൽ ബന്ധിപ്പിച്ചത് ജയ്ദിന്റെ ഏറാമിനോടല്ലേ? അവിടെ മാത്രമേ ഈ മസല. എന്നാൽ ഇന്നവൻ വീട്ടിലാണെങ്കിൽ ഞാൻ മുഹരിമാണ്. ആടിയുണ്ടല്ല ഇതേപോലത്തെ ഈ കാടിയില്ലേ? അപ്പൊ എന്താവും? മുന്നക്കിതാവും. പിന്നെന്താ നിങ്ങൾ ഏറാം പ്രത്യേകം കൊടുക്കാൻ കാരണം? നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഹദീസിലേതേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി നിങ്ങൾ പെരുക്കിച്ച് കണക്കൂട്ടേണ്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ മത്തിനിൽ എന്ത് കൊടുത്തത്. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണ്ട?
ഫൈദസ്തംബതു മിൻഹു, അവർ ഇസ്തിംബാത്ത് ചെയ്തപ്പോൾ മിൻഹു മാ തഖററ കമാലു അല്ല കബീ എന്നെല്ലാം ഇട്ടിട്ട് ചരിത്രം ശ്രദ്ധിച്ചില്ല അല്ലേ? അതുവരെ ഇൻകാന ചെയ്തും മഫാനം ഇതെല്ലാം ഉൽപാദനല്ലേ? ആ ഫീ ഗൈരിഹി എന്തിൽ ഇസ്തിംബാത്ത് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ എങ്കിൽ ലസിമ ജറിയാനുഹു അതേ പ്രശ്നം നടക്കണം. അതേ നദീരിഹി മിന തഅലീഖി ബിഗൈരിൽ ഇഹ്റാം ബിനദീരിഹി എന്താണ് തഅലീഖി അല്ലേ? അത് വേണ്ടതുപോലെ കട വരുന്നുണ്ട്. 77 വരുന്നുണ്ട്. 77 പറ്റി തഅലീഖാക്കിയ സംഭവം 77 നിർത്താൻ വേണ്ടതുപോലെ കാണും. ബിഗൈരിൽ ഇഹ്റാം അത് ഇടിയും പറ്റും. ഇഹ്റാമല്ലാത്തത് കൊണ്ട് തഅലീഖാക്കിയാൽ എന്താകുന്നുണ്ട്? പറ്റുന്നുണ്ട് കേട്ടാ. ഇഹ്റാമെന്ന് മിസാല് പറഞ്ഞത്